കർത്താവേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള പ്രത്യേക ചടങ്ങുകൾ നടന്നു. നാളെയാണ് ദുഃഖവെള്ളി. പങ്കുവയ്ക്കലിന്റെയും എളിമയുടെയും സന്ദേശമാണ് പെസഹായുടേത്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു. മറ്റുള്ളവരെ നന്നാക്കുന്നതിനേക്കാൾ നല്ലത് അവനവനെ തന്നെ ശുദ്ധീകരിക്കുന്നതാണെന്ന് സിറോ മലബാർ സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത് നിങ്ങളുടെ പേര് വിളിക്കുന്ന കർത്താവാണ്. ആരും അറിയാതെ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം കർത്താവ് നമ്മെ ഏൽപ്പിക്കാതിരിക്കില്ല. ത്യാഗങ്ങൾ സഹിച്ച് മറ്റുള്ളവർക്ക് രക്ഷ നൽകാൻ നമുക്കും കഴിയണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ സന്ദേശം. കുടുംബത്തിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, മക്കളുണ്ടാകാൻ വേണ്ടി വളരെ പ്രത്യേകിച്ച് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അങ്ങനെ വരുമ്പോൾ ഇതാ ഒരൊറ്റ ചോദ്യമുള്ള യോനനുസരിച്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ക്രൈസ്തവ ഭവനങ്ങളിൽ വൈകിട്ട് അപ്പം മുറിക്കൽ ചടങ്ങുകളുണ്ടാകും. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി നാളെയാണ് ദുഃഖവെള്ളി. വിവിധയിടങ്ങളിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.